നമസ്കാരം. ഓ ശ്രീമദ് വാൽമീകി രാമായണം ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലാം. കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. 64-ാം സർഗത്തിലെ 12 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ചൊല്ലി നിർത്തിയിരുന്നത്. 13 തുടങ്ങി 24 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലാം. ശ്ലോകം 13. ക്ഷത്രിയോഹം ദശരഥോ നാഹം പുത്രോ മഹാത്മനഃ സജ്ജനാവമതം ദുഃഖം ഇദം പ്രാപ്തം സ്വകർമ്മജം. ഭഗവംശാപഹസ്തോഹം സരയൂതീരമാഗതഃ ജിഘാംസു ശ്വപദം കിഞ്ചിന്നിപാനേ വാഗതം ഗജം. തതശ്രുതോ മയാ ശബ്ദോ ജലേ കുംഭസ്യ പൂര്യതഃ ദിപോയമിതി മത്വാഹം ബാണേനാഭിഹതോ മയാ. ഗിത്വാ തസ്യാസ്തതസ്ത്രീരം അപശ്യമിഷുണാഹൃതി വിഭിർഭിന്നം ഗതപ്രാണം ശയാനം ഭുവി താപസം. തതസ്തസ്യൈവ വചനാദുപേത്യ പരിതപ്യതഃ സ മയാ സഹസാ ബാണ ഉദ്ധൃതോ മർമ്മതസ്തദാ. സ ചോദ്ധൃതേന ബാണേന സഹസാ സ്വർഗമസ്ഥിതഃ ഭഗവന്താവുഭൗ ശോചന്നന്ധാവിധി വിലപ്യ ച. അജ്ഞാനാത് ഭവതഃ പുത്ര സഹസാഭിഹതോ മയാ ശേഷമേവം ഗതേ യത് സ്യാത് തത്പ്രസീദതു മേ മുനിഃ. സ തച്ഛ്രുത്വാ വചക്രൂരം മയാ തദഘശംസിനാ ന ശകത്തീവ്രമായാസം സ കർത്തും ഭഗവാൻ ഋഷിഃ. സ ബാഷ്പപൂർണവദനോ നിശസ്വൻ ശോകമൂർച്ഛിതഃ മാമുവാച മഹാതേജ കൃതാഞ്ജലി ഉപസ്ഥിതം. യത്യേത അശുഭം കർമ്മ ന സ്മ മേ കഥയേ സ്വയം ഫലേർമൂർധാസ്മതേ രാജൻ സദ്യ ശതസഹസ്രഥാ. ക്ഷത്രിയേണ വധോ രാജൻ വാനപ്രസ്ഥേ വിശേഷതഃ ജ്ഞാനപൂർവം കൃതസ്ഥാനാശ്യാവേദവിവജൃണം. സപ്തധാതു ഭവേന്മൂർധ മുനൗ തപസി തിഷ്ഠതി ജ്ഞാനാത് വിസൃജത ശസ്ത്രം താദൃശേ ബ്രഹ്മവാദിനേ. 64-ാം സർഗത്തിലെ 13 തുടങ്ങി 24 വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയത്. തുടർന്നും ദശരഥൻ താൻ ചെയ്ത മഹാപാപത്തെപ്പറ്റി കൗസല്യയോട് വളരെ ദുഃഖത്തോടെ പറയുകയാണ്. 13-ാമത്തെ ശ്ലോകം.
ക്ഷത്രിയോഹം ദശരഥോ നാഹം പുത്രോ മഹാത്മന സജ്ജനാവമതം ദുഃഖമിതം പ്രാപ്തം സ്വകർമ്മജം. ഞാൻ ക്ഷത്രിയനായ ദശരഥനാണ്. ആ മാതാപിതാക്കളോട് അദ്ദേഹം പറയുകയാണ്, മഹാത്മാവായ അങ്ങയുടെ പുത്രനല്ല. സജ്ജനങ്ങൾ നിന്ദിക്കുന്ന വിധത്തിൽ എൻ്റെ കർമ്മഫലമായി ഈ ദുഃഖം എനിക്ക് വന്നു ചേർന്നു. ശ്ലോകം 14. ഭഗവം ഛാപഹസ്തോഹം സരയൂതീരമാഗതഃ ജിഘാംസുഷ്വാപദം കിഞ്ചിന്നിവാനേവാഗതം ഗജം. ശ്ലോകം 14 അർത്ഥം. ഭഗവൻ അച്ഛനെ അഭിസംബോധന ചെയ്യുകയാണ്, കുമാരൻ്റെ അച്ഛനെ. കയ്യിൽ വില്ലുമായി ഞാൻ സരയൂതീരത്ത് വന്നു. ഹിംസ്ര മൃഗങ്ങളെയോ നദിക്കടവിൽ വരുന്ന ഗജത്തെയോ വധിക്കാൻ താൽപ്പര്യത്തോടെ. രാജാക്കന്മാർക്ക് മൃഗവിനോദം പറഞ്ഞിട്ടുള്ളതാണല്ലോ. ശ്ലോകം 15. തതശ്രുതോ മയാ ശബ്ദോ ജലേ കുംഭസ്യ പരിപൂര്യതഃ ദിവോയമിതി മത്വാഹം ബാണേനാഭിഹതോ മയാ. ശ്ലോകം 15 അർത്ഥം. അപ്പോൾ ജലത്തിൽ മുക്കി കുടം നിറയ്ക്കുന്ന ശബ്ദം കേട്ടിട്ട് ആന വെള്ളം തുമ്പിക്കൈ കൊണ്ട് വലിച്ചെടുക്കുന്നതാണെന്നാണ് ഞാൻ കരുതിയത്. അതുകൊണ്ട് അതിൻ്റെ നേർക്ക് അമ്പെയ്തു. ശ്ലോകം 16. ഗത്വാ തസ്യാസ്തതസ്തീരം അവശ്യമിഷുണാഹ്യതി വിനിർഭിന്നം ഗതപ്രാണം ശയാനം ഭുവിതാപസം. ശ്ലോകം 16 അർത്ഥം. പിന്നെ നദീതീരത്ത് വന്ന് നോക്കിയപ്പോൾ മാറിൽ അമ്പു തറച്ച് നിലത്തു വീണ് പ്രാണൻ പോകാറായി കിടക്കുന്ന താപസനെ കണ്ടു. ഭഗവൻ ശബ്ദം ലക്ഷ്യമാക്കി ഗജത്തെ കൊല്ലാൻ നനച്ച് വെള്ളത്തിലെയ്ത അമ്പ് അങ്ങയുടെ സുതനെ നിഹനിച്ചു, കൊന്നുകളഞ്ഞു. ശ്ലോകം 17. തതസ്തസ്യൈവ വചനാദുപേത്യ പരിതപ്യതഃ സമയാ സഹസാ ബാണ ഉദ്ധൃതോ മർമ്മതസ്തദാ. ശ്ലോകം 17 അർത്ഥം. അവിടെ അല്ലൽപ്പെട്ട അദ്ദേഹം ആവശ്യപ്പെട്ടതിനാൽ ഞാൻ അസ്ത്രം മർമ്മത്തിൽ നിന്നും വേഗത്തിൽ പറിച്ചെടുത്തു. അദ്ദേഹത്തിൻ്റെ ജീവൻ പോകാനായി, അധികം വേദന സഹിക്കാതെ ജീവൻ പോകാനായിട്ട്. ശ്ലോകം 18. സ ചോദ്ധ്യതേന ബാണേന സഹസാ സ്വർഗമസ്ഥിതഃ ഭവവന്താവുഭൗ ശോചന്നന്ധാവിധി വിലപ്യജ. ശ്ലോകം 18 അർത്ഥം. അമ്പ് ഊരിയെടുത്തതോടെ അദ്ദേഹം സ്വർഗം പ്രാപിച്ചു. നിന്തിരുവടിമാർ അന്ധരാണല്ലോ എന്ന് വിലപിച്ചും കൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടത്, സ്വർഗം പ്രാപിച്ചത്. ശ്ലോകം 19. അജ്ഞാനാത് ഭവതപുത്ര സഹസാഭിഹതോ മയാ ശേഷമേവം ഗതേ യസ്യാത് തത്പ്രസീദതു മേ മുനിഃ. ശ്ലോകം 19 അർത്ഥം. അറിയാതെയാണ് അങ്ങയുടെ പുത്രനെ ഈ ഉള്ളവൻ വധിക്കാനിടയായത്. ഇനിയെല്ലാം അങ്ങ് അരുളി ചെയ്യും പോലെ ഈ ഉള്ളവനോട് കനിയണമേ. ശ്ലോകം 20. സതശ്രുത്വാ വചക്രൂരം മയാ തദഹശംസിന നാശകത്തീവ്രയായാസം സകർത്തും ഭഗവാനുഷിഃ. ശ്ലോകം 20 അർത്ഥം. അപരാധം ഏറ്റുപറയുന്ന എൻ്റെ അതികഠിനമായ വാക്കുകൾ കേട്ട് മഹർഷി ഭഗവാന് തീവ്ര ദുഃഖം സഹിക്കാനായില്ല. ശ്ലോകം 21. സ ബാഷ്പൂർണവദനോ നിശ്വസൻ ശോകമൂർച്ഛിതഃ മാമുവാച മഹാതേജ കൃതാഞ്ജലിമുപസ്ഥിതം. ശ്ലോകം 21 അർത്ഥം. ശോകമൂർച്ഛിതനായ ആ മഹാ തേജസ്വി കണ്ണീരൊഴുക്കിക്കൊണ്ടും നെടുവീർപ്പിട്ടുകൊണ്ടും മുൻപിൽ കൂപ്പുകൈയോടെ നിൽക്കുന്ന എന്നോട് പറഞ്ഞു.
ശ്ലോകം 22. യദേതദശുഭം കർമ്മ നസ്മമേ കഥേ സ്വയം ഫലേന്മൂർധാസ്മദേ രാജൻ സദ്യശതസഹസ്രധ. ശ്ലോകം 28 അർത്ഥം. രാജാവേ, ഈ അശുഭകർമ്മത്തെക്കുറിച്ച് അങ്ങ് സ്വയം പറഞ്ഞിരുന്നില്ല എങ്കിൽ ഇപ്പോൾ തന്നെ അങ്ങയുടെ ശിരസ് 100,000 തകർന്നു കഴിഞ്ഞിരിക്കുമായിരുന്നു. ഈ പാപത്തെപ്പറ്റി അദ്ദേഹം പറഞ്ഞത് നന്നായി. അങ്ങനെ പറയാതെ ഒരു അസത്യം പറയുന്ന ആളായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ അങ്ങയുടെ ശിരസ് തകർന്നു പോയേനെ. അത്രയ്ക്ക് ധർമ്മനിഷ്ഠയും ഭക്തിയും ഉള്ളവനായിരുന്നു ആ പിതാവ്. ശ്ലോകം 23. ക്ഷത്രിയേണ വധോ രാജൻ വാനപ്രസ്ഥേ വിശേഷതഃ ജ്ഞാനപൂർവം കൃതസ്ഥാനാച്യാവയേദപി വജ്രണം. ശ്ലോകം 23 അർത്ഥം. രാജാവേ, വാനപ്രസ്ഥനായ ഒരുവനെ അറിഞ്ഞും കൊണ്ട് വധിച്ചാൽ വജ്രി അല്ലെങ്കിൽ ഇന്ദ്രനായാൽ പോലും സ്ഥാനത്ത് നിന്നും ച്യുതനാവും, അവിടെ നിന്നും മാറ്റപ്പെടും. ക്ഷത്രിയനാണെങ്കിൽ പിന്നെ പറയേണ്ടതുണ്ടോ? ശ്ലോകം 24. സപ്തധാതു ഭവേന്മൂർധ മുനൗ തപസി തിഷ്ഠതി ജ്ഞാനാത് വിസൃജത ശസ്ത്രം താദൃശേ ബ്രഹ്മവാദിനി. ശ്ലോകം 24 അർത്ഥം. അപ്രകാരം ബ്രഹ്മജ്ഞനായി തപസ് അനുഷ്ഠിക്കുന്നവനായ ഒരാളുടെ നേരെ ആയുധം അറിഞ്ഞുകൊണ്ട് പ്രയോഗിച്ചിരുന്നെങ്കിൽ മൂർധാവ് 7 പിളർന്നു പോകുമായിരുന്നു. അപ്പോൾ ആ പിതാവിന് മനസ്സിലായി അറിഞ്ഞുകൊണ്ടല്ല ദശരഥൻ അസ്ത്രം പ്രയോഗിച്ചതെന്ന്. ബാക്കിയുള്ള ശ്ലോകം അടുത്ത ദിവസം ചൊല്ലാം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.